വയനാട് ബത്തേരി മണിച്ചിറയിൽ വീട് കുത്തി തുറന്ന കള്ളന്മാരിൽ ഒരാളെ സാഹസികമായി പിടികൂടി പോലീസ്. പോലീസിനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ തമിഴ്നാട് സ്വദേശിയാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ഒരു പ്രതി രക്ഷപ്പെടുകയും ചെയ്തു. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകുന്നത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാമെന്ന് തോന്നുന്നു. രതീഷ് ചേരുന്നു വിവരങ്ങളുമായി. രതീഷ്, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? ഓടി രക്ഷപ്പെട്ട പ്രതിയെ പിന്നീട് പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഷംലി, ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. ബത്തേരി ടൗണിനടുത്ത് ഉള്ള പ്രദേശമാണ് മണിച്ചിറ. ഇവിടെ ധാരാളം വീടുകളുള്ള പ്രദേശമാണ്. ഇവിടെയുള്ള മാവാടി പാതിരിപ്പള്ളി അഷ്റഫിന്റെ വീട്ടിലാണ് ഈ മോഷണ ശ്രമം നടന്നത്. തുടർന്ന് ബഹളം കേട്ട് നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയും കള്ളന്മാരെ പിന്തുടർന്ന് മണിച്ചിറയിൽ വെച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടെയാണ് പോലീസിനെ കത്തികാട്ടി അതിൽ ഒരു പ്രതി രക്ഷപ്പെട്ടത്. തുടർന്ന് മറ്റൊരാളെ അതിസാഹസികമായാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ഇതിന് സമീപത്തെ മറ്റൊരു വീട്ടിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. ഇതും ഈ സമയത്ത് തന്നെയാണ്. ഈ പ്രതികൾ തന്നെയാണ് അവിടെയും ഇത്തരം മോഷണത്തിന് ശ്രമിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇവർ മാരകായുധങ്ങളുമായി തന്നെയാണ് എത്തിയത്. ഇവരുടെ തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു കോടാലി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ രക്ഷപ്പെട്ട പ്രതിക്ക് ഉള്ള ശ്രമം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പിടിയിലായത് തമിഴ്നാട് സ്വദേശി വീരമണിയാണെന്നാണ് ഈ പോലീസിന്റെ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ മനസ്സിലായിട്ടുള്ളത്. എന്തായാലും രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. ഈ പ്രദേശങ്ങളിൽ ഇതിനു മുമ്പും ഇത്തരത്തിൽ മോഷണം ഉണ്ടായി. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു നിരീക്ഷണം ഈ പ്രദേശത്തുണ്ടായിരുന്നു. നാട്ടുകാരുടെ ജാഗ്രത ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രതികളെ, ഈ മോഷ്ടാക്കളെ പിടികൂടാനുള്ള ഒരു സാഹചര്യത്തിലേക്കും എത്തിയത്. എന്തായാലും പുലർച്ചെയാണല്ലോ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പോലീസിന്റെ നിരീക്ഷണ പട്രോളിംഗ് ആ മേഖലയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണോ പിടിക്കാൻ പറ്റിയത്? അല്ലെങ്കിൽ ഈ പുലർച്ചെ സമയത്തൊക്കെ പോലീസ് കൃത്യമായി സമയത്ത് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിന്റെ വിവരം? തീർച്ചയായും ഈ നഗരപ്രദേശങ്ങളിൽ പോലീസിന്റെ പട്രോളിംഗ് ഉണ്ട്. മാത്രവുമല്ല, ഇത്തരം പ്രദേശങ്ങളിൽ മുൻപ് ഇത്തരത്തിൽ മോഷണ ശ്രമം ഉണ്ടായ പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത പോലീസ് സംഘത്തിനുണ്ട്. നഗരകേന്ദ്രീകൃതമായി പോലീസിന്റെ സംഘങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നാട്ടുകാർ വിവരം അറിയിച്ച് ഉടൻ തന്നെ പോലീസിനെ എത്താൻ സാധിച്ചു. അങ്ങനെയാണ് ഈ മോഷ്ടാക്കളിൽ ഒരാളെ പിടികൂടാൻ സാധിച്ചത്. എന്തായാലും നഗരപ്രദേശങ്ങളിലുള്ള ഈ രാത്രി കാലങ്ങളിലുള്ള റോഡ് അല്ലെങ്കിൽ പട്രോളിംഗ് തുടരുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങൾ കണ്ടാൽ ഉടനെ പോലീസിൽ അറിയിക്കുകയും മറ്റ് ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യണം. എന്തായാലും സാഹസികമായാണ് പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. സാഹസികമായി പോലീസ് ആ പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. ഇത്രയും നേരം കൊണ്ടുവന്നു.